നമ്മുടെ സാനിയ മനോമി കൊല്ലത്തുനിന്ന് തയ്യാറാണ്. സാനിയ മനോമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുജയ. നമ്മുടെ റഹീസ് പി രാജീവിനും എളമരം കരീമിനും ഒക്കെ ഓടിപ്പിടിക്കാൻ നോക്കി കിതച്ച് അവസാനിപ്പിച്ചു. സാനിയ രാവിലെ വ്യായാമമൊക്കെ ഉണ്ടോ? രാവിലെ വ്യായാമം അങ്ങനെ കാര്യമായില്ല. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞ് ചില ആളുകളെയൊക്കെ കാണാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോയി. ഏതായാലും വ്യായാമം രാവിലെ അങ്ങനെ ചെയ്യാറില്ല. വ്യായാമം തുടങ്ങേണ്ട ആവശ്യകത റഹീസിന്റെ ലൈവിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, അത് മനസ്സിലായി. റഹീസ് നന്നായി കിതക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ രണ്ടുപേരും നല്ല ഫിറ്റ് ആയിരുന്നു. അതെ, അതാണ്. അത് സ്ഥിരമായി വ്യായാമം ചെയ്താൽ നമുക്ക് അങ്ങനെ ഫിറ്റായി ഇരിക്കാൻ കഴിയും. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് തുടർച്ചയായി ഒരേ എനർജിയിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ വ്യായാമത്തിലേക്കൊക്കെ ഒന്ന് കടക്കണം. സാനിയോ മാത്രമല്ല, പ്രേക്ഷകരും. അപ്പോൾ സാനിയോ, ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്? ഇന്ന് അവിടെ നിന്ന് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞല്ലോ. സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ഇത്തവണത്തെ സമ്മേളനം കുറച്ചുകൂടി ജനകീയമാകുമെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അതായത് 1995 കൊല്ലത്ത് അവസാനമായൊരു സമ്മേളനം നടന്നത്. 30 വർഷം കഴിഞ്ഞു വരുന്നൊരു സമ്മേളനത്തിന് വളരെയധികം ആവേശത്തോടു കൂടിയാണ് കൊല്ലംകാർ വരവേൽക്കുന്നത്. നമ്മൾ 2 ദിവസം മുൻപ് തന്നെ എത്തിയതുകൊണ്ട് ഈ കൊല്ലത്തിൻ്റെ ഒരു പൾസൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കശുവണ്ടി തല്ലുന്ന ഇടത്തും അതുപോലെ കയറ് പിരിക്കുന്ന ഇടത്തും ഹാർബറുകളിലും ഒക്കെ പോകാൻ കഴിഞ്ഞിരുന്നു. ആ കശുവണ്ടി തല്ലുന്ന ആളുകളുടെയൊക്കെ പ്രതീക്ഷയുണ്ട്. ഈ സമ്മേളന കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രതിസന്ധി ചർച്ചയാവുമെന്നുള്ളൊരു പ്രതീക്ഷ. അതുപോലെ കയറ് പിരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ 110 രൂപ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനിയും കൂട്ടിക്കൊടുക്കണമെന്നുള്ള അവരുടെ ഒരു ആവശ്യം, അത് ചർച്ചയാവുമെന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ മണൽ ഖനനത്തെക്കുറിച്ച് ഈ ഹാർബറുകളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അത്തരത്തിൽ എല്ലാ അടിസ്ഥാന വർഗ്ഗങ്ങളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എന്നതിനൊപ്പം തന്നെ നയരേഖ കൂടി അവതരിപ്പിക്കുമ്പോൾ അത് പുതിയൊരു നയംമാറ്റത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക രേഖയിലേക്കായിരിക്കും അത്തരം കാര്യങ്ങൾ പോവുക. അതായത് പുതിയ നിക്ഷേപങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വരുന്നു എന്നുള്ള ഒരു കാര്യം. അത്തരത്തിൽ എല്ലാ സർവ്വതല സ്പർശിയായ ഒരു ചർച്ചകൾ നടക്കുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കും ഈ സമ്മേളനം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഏതായാലും കൊല്ലം വലിയ ആവേശത്തിലാണ്. 2 ദിവസങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതിനുശേഷം നയരേഖ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഏതായാലും അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വാർത്തയായി തന്നെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും പ്രത്യേക വിഭവങ്ങൾ, സാനിയോടെ ഇഷ്ടപ്പെട്ട മീൻ വിഭവങ്ങളൊക്കെ അവിടെ സുലഭമായി കിട്ടുമെന്ന് പറഞ്ഞ് ദിലീപ് ദേവസ്യ പ്രലോഭിപ്പിക്കും. പക്ഷേ ഒരുപാട് പ്രലോഭനത്തിൽ വീഴരുത്. നമുക്ക് 9-ാം തീയതി വരെ ഇതേ ചാർജിൽ മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഗംഭീരമാകട്ടെ സാനിയോ.